വയനാട്ടിൽ രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച യുഡിഎഫ് വയനാട് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുന്നു. 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ ജീവനുകൾ പൊലിഞ്ഞ പശ്ചാത്തലത്തിലാണ് യുഡിഎഫ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ലക്കിടിയിലും ചുരം കവാടത്തിന് സമീപവും വാഹനം തടയാൻ ശ്രമിച്ച യുഡിഎഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അനീസിലെ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ്, ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നേരിയ സംഘർഷമൊക്കെ ഉണ്ടായെന്ന് കേൾക്കുന്നു. തീർച്ചയായും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. ഇപ്പോൾ ഒരു കാർ യാത്രികനെ തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൽപ്പറ്റയിൽ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. അല്പനേരം തടഞ്ഞതിന് ശേഷം പിന്നീട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാഹനങ്ങളെല്ലാം നിരനിരയായി കിടക്കുന്നിടത്ത് നിന്ന് മാറി അദ്ദേഹം വഴി തെറ്റിച്ച് ഇങ്ങോട്ട് വന്ന ഒരു യാത്ര. ഇപ്പോൾ വാഹനങ്ങളെ പോലീസ് കടത്തിവിടാൻ ശ്രമിക്കുകയാണ് കാണുന്നത്. അല്ല ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഈ കൈകാര്യം ചെയ്യുന്നതാണ്. സാധനം വേണ്ടേ ഒരു ഗുണ്ടായിസ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് പൊളിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമല്ലേ ഇതൊക്കെ? വണ്ടി കൂടി കയറ്റിയാണ് കൊല്ലുന്നാലേ മൃഗങ്ങളെ എന്തായാലും കൊല്ലുക. കാരണം ഓരോ രൂക്ഷമായിട്ട് സമരത്തിനെ എതിർക്കുന്ന രീതിയിലാണ് ഓരോ സംസാരം. നമുക്കൊരു അനുകൂല നിലപാട് ഉണ്ടാണെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല. അതിന് തണ്ട് കാണിക്കുക സമരക്കാരോട്, അത് നടക്കൂല. അല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കേണ്ട. അവര് ഉണ്ടായിട്ടും സമരം മനഃപൂർവ്വം പൊളിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പൊ അതിന്റെ നേരെ പ്രതികരിക്കുന്നു വേണം. തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കാരണം ഈ വാഹനങ്ങൾ തടയുകയും 10 മിനിറ്റ് നേരം പിടിച്ചിട്ടതിന് ശേഷം ആ വാഹനങ്ങളെ വിടുകയും ചെയ്യുക എന്നാണ് ഇതുവരെയും ഉണ്ടായപ്പോൾ. സമരം തുടങ്ങി, ഹർത്താൽ തുടങ്ങി 3 മണിക്കൂറാവുന്നു. ഇതുവരെയും കാണുന്നത് ഒരു 10 മിനിറ്റ് നേരം പിടിച്ചിട്ട്. അതേസമയം ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിര കിടക്കുന്നിടത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന ഒരു യാത്രികനാണ് ഈ കാർ യാത്രികൻ. അദ്ദേഹത്തോട് ഇവർ തർക്കിക്കുകയും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്തൊരു അത്യാവശ്യ കാര്യം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഇവരോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തട്ടിക്കയറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് കടത്തിവിടാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ ഹർത്താൽ അനുകൂലികൾ ശക്തമായി തടഞ്ഞതോടുകൂടി അവരും പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ പോലീസിന്റെ ഒക്കെ ഇടപെടൽ എങ്ങനെയാണ്? വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ കാണാൻ വന്നതാ, വയനാട് ഞങ്ങൾ വന്നതാണ്. ഇപ്പൊ ഇവര് തടഞ്ഞിട്ട് ആളുകളെ കടത്തി. ഏതായാലും അവര് ഹർത്താൽ അറിയാതെ ഇവിടെ എത്തിയതാണ് എന്നാണ് പറയുന്നത്. എടപ്പാളിൽ നിന്ന് വന്ന ആളുകളാണ്, അത്യാവശ്യ യാത്രക്കാരല്ല, വയനാട് കാണാൻ വേണ്ടി വന്നതാണ് ആളുകളാണ് എന്നാണ് അവർ പറയുന്നത്. വയനാട് ഹർത്താലാണെന്നത് അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് നാട്ടുകാര് നിങ്ങൾ എന്താ പറയുന്നത്? വയനാട് കാണാൻ വന്നവർക്ക് എന്താ വയനാട്ടിൽ ഹർത്താലെന്ന് അറിയില്ല, മൊബൈലൊന്നും ഇല്ലേ? വയനാട് കാണാൻ വന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹർത്താൽ അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണ് പറഞ്ഞത്. ചേട്ടാ, ഞാൻ പാർട്ടി അനുഭവമൊന്നുമില്ല, ഞാൻ വയനാട്ടുകാരനാ. അപ്പൊ ഇത്രയും വയനാട്ടിലൊരു ഹർത്താൽ ഇറക്കുമ്പോ ഇയാൾ അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാ? അദ്ദേഹം പറഞ്ഞതാണ് പറഞ്ഞത്. നുണ പറഞ്ഞായിരിക്കും ചിലപ്പോ. നുണ പറഞ്ഞു, സത്യം അറിയില്ലേ? ചേട്ടാ ഒന്ന് പറഞ്ഞു ചേട്ടാ. ഏതായാലും ഹർത്താൽ അനുകൂലികൾ പറയുന്നത് അവർക്ക് ഹർത്താലാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നുണ പറഞ്ഞതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ വാഹനം കടത്തിവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് പോയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാഹനം ഒരു നിലക്കും പറഞ്ഞു വിടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും രൂക്ഷമായെന്ന് പറഞ്ഞാല് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഈ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയുള്ള പിന്നെ ഒരു സമരം നടത്തുന്ന സമയത്ത് ഇതിനെ നമ്മൾ എതിർക്കുന്ന രീതിയിലുള്ള ചില വണ്ടിക്കാരുടെ രോഷമായ പ്രകടനം കൊണ്ടാണ് ഞങ്ങൾ എന്താക്കുന്നതിന് വണ്ടി തടയുന്നത്. അല്ലാതെ ഞങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ വണ്ടി വിടുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സമരം തുടങ്ങി, ഹർത്താൽ തുടങ്ങി ഒരു 3 മണിക്കൂറാവുമ്പോൾ അവര്
വാഹനങ്ങൾ കടത്തിവിടുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില വാഹനങ്ങൾ മറ്റോ മോശമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം രൂക്ഷമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വണ്ടിക്കാർ ചോദിച്ചെന്താ അറിയോ, ഇവിടെ ആന പിടിച്ചാലും പുലി പിടിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ നാട് കറങ്ങാൻ വേണ്ടി വന്നാണ്, ഞങ്ങൾ പോകുന്നതാണ് ആ വണ്ടിക്കാരൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവരുമായിട്ടൊരു സംസാര വിഷയം ഉണ്ടായത്. അപ്പൊ ജീവന സ്വത്തിനും അവർക്കൊന്നും പ്രശ്നമില്ല, വയനാട്ടുകാരെന്തോ ആയിക്കോട്ടെ, ഗവൺമെന്റ് അതേ നിലപാടിലാണ് അവർ വന്നത്. അതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ട് അവർ സംസാരിക്കേണ്ട വന്നത്. എങ്കിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അവരെ കടത്തി വിട്ടിട്ടുണ്ട്. ഏതായാലും സമരാനുകൂലികൾ നിലവിൽ മാന്യമായ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതെന്നാണ് അവർ പറയുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ച അദ്ദേഹം വയനാട് കാണാൻ വേണ്ടി വന്ന ആളാണ്. അദ്ദേഹം അല്പം മോശമായാണ് സംസാരിച്ചത് എന്നാണ് സമരാനുകൂലികൾ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വാക്കുതർക്കം ഉണ്ടായത്. പക്ഷേ അല്പസമയം സംസാരിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവർ വിട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഹർത്താൽ 3 മണിക്കൂർ കഴിഞ്ഞു, ഇപ്പോൾ 9:15 ആ സമയത്തും ഹർത്താൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം. ഈ കടകമ്പോളങ്ങളൊന്നും നിലവിൽ തുറന്നിട്ടില്ല. കൽപ്പറ്റയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഒരെണ്ണം തുറന്നു കാണുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ മറ്റ് കടകമ്പോളങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. വാഹന ഗതാഗതവും ഏറെക്കുറെ നിലച്ച മട്ടാണ് നിലവിൽ. ശരി, ഏതായാലും ഹർത്താൽ 3-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നേരിയ സംഘർഷങ്ങളൊക്കെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവശ്യ സർവീസുകൾ മാത്രമാണ് അനുവദിക്കുക എന്നാണ് പ്രതിഷേധക്കാരും തന്നെ സമരക്കാരും ഒക്കെ പറയുന്നത്. ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.